ചെയ്യണം. ഡൽഹിയിൽ ബോംബ് പൊട്ടി, താജ്മഹൽ അങ്ങനെയുള്ള അച്ചാമാരെ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുക, ഭാര്യയായാലും ഭർത്താവായാലും. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭർത്താവ് അവിടുന്ന് എഴുന്നേറ്റ് പോവുക, എഴുന്നേറ്റ് റൂമിൽ പോവുക. ഇതിനെ സ്റ്റോൺ വാളിക്ക് പറയും. എഴുന്നേറ്റ് പോവുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും കാണിക്കാം. ഈ ഭാര്യയായാലും ഭർത്താവായാലും ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല. ഉടനെ ഈ പ്രക്രിയ നടന്നാൽ ഉടനെ ഏത് പാർട്ട്ണറാന്ന് വെച്ചാൽ ആ ആള് ഒരലർച്ചകളുണ്ട്. നിങ്ങളോടായി സംസാരിക്കുന്നത് ഒരു റെസ്പോൺസ് ഇല്ല. പണ്ട് 50ാം വാർഷികം വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആഘോഷിക്കുന്ന ഒരു അച്ഛനോട് ചോദിച്ചു, എന്താ അച്ഛായ ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഈ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണം? പുള്ളി പറഞ്ഞു, പ്രിയമുള്ളവരെ, എന്റെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയാൽ പിന്നെ വൈകിട്ടേ തിരിച്ച് വീട്ടിൽ വരത്തുള്ളൂ. ശാപ്പാട് ഉൾപ്പെടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ 50 വർഷങ്ങൾ കർത്താവ് അങ്ങനെ ജയത്തോടെ നടത്തിയതിനായി ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്ന, ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ കഴിവില്ല. അത് നമ്മുടെ മുമ്പിൽ ഏതോ ഒരു സില്ലി വിഷയമായി, സീരിയസ് അല്ലാത്ത വിഷയമായി ചിലപ്പോൾ അല്ലായിരിക്കാം. ഒത്തിരി ചിന്തിച്ച് അപ്പൊ പേപ്പർ വായിക്കുക, കേൾക്കാൻ സമയമില്ല, പറയാൻ സമയമില്ല, ഇരിക്കുന്നിടത്ത് നിന്ന് നീ ഒന്നാമത് ശല്യപ്പെടുത്താതെ എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഒന്നിൽ എഴുന്നേറ്റ് പോകുന്നു. ഇല്ലെങ്കിൽ നീ പറയുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള നിലയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. ഇതുപോലുള്ള വാക്കുകൾ സ്റ്റോൺ വാൾ. അതാ സ്റ്റോൺ വാളിക്ക് പാറ വെച്ച് കെട്ടിയ ഒരു മതിൽ പോലെ പുള്ളിയിരിക്കുക. എന്തോ ചെയ്തു. ആർക്കാ ദേഷ്യം വരാം? നിങ്ങളെന്ന് പറഞ്ഞു. വഴക്കുണ്ടാക്കാൻ വരുന്ന സഹോദരിക്ക് ഭർത്താവ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് കണ്ട, ഭാര്യ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് കണ്ട, ഇതുപോലെ ദേഷ്യം വരുന്നവരുടെ പരിപാടി. അപ്പൊ ദേഷ്യപ്പെടാൻ തുടങ്ങി കഴിയുമ്പോൾ അതവിടെ ബോംബായിട്ട് മാറുന്നു, അത് പ്രശ്നമായിട്ട് മാറുന്നു. പിന്നെ ആ മനുഷ്യനോടുള്ള അപ്പം ഈ സ്നേഹത്തിന്റെ കുറവ് വരാൻ, ലിസൺ ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല, കേൾക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഇതിനെ മനഃപൂർവ്വം അതാ വേണം, മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യും. വില്ലിംഗ്ലി നമ്മൾ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. പാർട്ട്ണറുടെ വിഷയങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാകാതിരിക്കുക. അതാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. കുറഞ്ഞത് 5 പിശാചുക്കളുടെ എണ്ണം ഞാൻ പറഞ്ഞു വീടിനെ തകർക്കുന്ന, ഡിവോഴ്സിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതിന്റെ ഒരു സമ്മറി പോലെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 1 ക്രിറ്റിസിസം, 2 കണ്ടം, 3 എസ്കലേഷൻ, 4 ഫാൾട്ടി കോൺക്ലൂഷൻ അല്ലെങ്കിൽ ഡൗട്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, റോങ് ഇന്റർപ്രിട്ടേഷൻ, 5 സ്റ്റോൺ വാൾ. ഇതിനോട് കണക്ട് ചെയ്ത് പല കാര്യങ്ങൾ പറയാൻ സാധിക്കും. അടുത്ത ചുരുക്കം നിമിഷത്തിനുള്ളിൽ ഞാൻ അടുത്തതിലേക്ക് ഒന്ന് കയറിക്കോട്ടെ. ഇതിനെ ഒന്ന് തകർക്കാം, നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? 1, അടുത്ത 10 നിമിഷം കൊണ്ട് അത് പറഞ്ഞ് തീർക്കാൻ പോവുക. 1, ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പരസ്പരമുള്ള ഭാര്യയുടെയും ഭർത്താവിന്റെയും ലോകത്തെ പറ്റി പരസ്പരം അറിയുക. പരസ്പരം അറിയണം. ഭാര്യയുടെ ഇഷ്ടം എന്താണ്? അതാണ് വേദപുസ്തകം പറയുന്നത്. To become one. രണ്ടുപേര് ഒന്നായിട്ട് പോകുക. അപ്പൊ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടാനങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാ ഞാൻ പ്രാരംഭത്തിൽ ഒരു രാത്രിയിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കണം ഭാര്യയ്ക്ക് അതിൽ താല്പര്യമുണ്ടോ.
ഭാര്യയ്ക്ക് അതിൽ ഇഷ്ടമുണ്ടോ? പലപ്പോഴും ഇമ്പോസിംഗ് നേച്ചർ ഉള്ളവരാണ് പുരുഷന്മാർ. പൊതുവെ നമ്മുടെ ഈ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പറ്റിയല്ല, നമ്മൾ നല്ല ആളുകളാണ്. ഇമ്പോസിംഗ് നേച്ചർ ഉള്ളവരാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ ഭാര്യമാരുടെ മേൽ എന്ത് ചെയ്യുക? ഇമ്പോസ് ചെയ്യുക. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പരസ്പരം ഇഷ്ടാനുഷ്ഠാനങ്ങളെ തിരിച്ചറിയാൻ ഒരു കഴിവ് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഭാര്യയ്ക്ക് അറിയുന്നത്. അതുകൊണ്ട് ജോൺ ഗോട്ട്മാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, അതുപോലെ മാരേജിനെ പറ്റി റിസർച്ച് നടത്തിയിട്ടുള്ള ജോൺ ഗോട്ട്മാന് ഒരു ലവ് മാപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പറയാനായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഇങ്ങനെ മുന്നോട്ട് ചെയ്തിരിക്കുന്നതിനോ ഒന്ന് ഇരുന്ന് ട്രൂ ഓർ ഫോൾസ് എന്ന്, അതൊരു ഗെയിം കൂടെയാണ് കേട്ടോ. വേണമെങ്കിൽ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് കളിക്കാൻ ഒരു ഗെയിം. അതവരോട് ചോദിച്ചാൽ മതി, അതിന്റെ ചാർട്ട് ചെയ്യാൻ തരാം. ചോദിച്ചോണ്ടാ മതി ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ആൻസർ ചെയ്താണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഐ ക്യാൻ നെയിം മൈ പാർട്ട്നേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്റെ പാർട്ട്ണറുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാം. പലപ്പോഴും നമുക്കിതൊന്നും അറിയത്തില്ല. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ അല്ലേ? അവരവർക്കറിയാം. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ഞാനിപ്പോ അറിഞ്ഞിട്ടെന്താ, അല്ലെ അങ്ങാരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ഞാൻ അറിഞ്ഞിട്ടെന്താ കാര്യം? ട്രൂ ഓർ ഫോൾസ്? നമ്മുടെ സ്നേഹത്തെ അളക്കാൻ പരസ്പരമുള്ളത്. ഐ ക്യാൻ ടെൽ യു, എന്റെ പാർട്ട്ണറെ ഇപ്പൊ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് എന്താണെന്ന് എനിക്കറിയാം. ഒന്ന് മനസ്സിൽ പറഞ്ഞ ട്രൂ ഓർ ഫോൾസ്? എന്റെ പാർട്ട്ണറെ മനസ്സിൽ ഇപ്പോൾ വ്യാകുലപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, സ്ട്രെസ് ചെയ്യുന്ന, അവളെ വേദനപ്പെടുത്തുന്ന വിഷയം എന്താണെന്ന് എനിക്കറിയാം. എന്റെ പാർട്ട്ണറുടെ ലൈഫ് ഡ്രീംസ്, ഗോൾസ് എനിക്കറിയാം. അല്ലാതെ അവൾ എവിടെ പോയി പറഞ്ഞാലും എനിക്ക് എന്തോന്നുള്ള നിലയിലല്ല. അല്ലെ അച്ഛൻ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ പോകുന്ന ലിസ്റ്റ്. ഈ ലിസ്റ്റ് മൊത്തം പറയണമെങ്കിൽ ടൈം വേണം. ഇതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ ഭർത്താവ് അറിഞ്ഞിരിക്കണം. ഭർത്താവിന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ ഭാര്യ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ പുറത്തുള്ള ഔട്ടിംഗ് തൊട്ട് നമ്മുടെ ബെഡ്റൂം വരെ അതെത്തണം. അപ്പം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമുക്ക് ഇഷ്ടമുള്ളത് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം രണ്ട് പാർട്ട്ണറുടെയും കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ട് പാർട്ട്നേഴ്സും പരസ്പരം ഫെമിലിയർ ആയിരിക്കണം. എന്താണ് ഇഷ്ടം, എന്താണ് അനിഷ്ടം, ഒന്നും തന്നെ ഇമ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ പലപ്പോഴും ഇപ്പം ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും അനിഷ്ടമുള്ള ഭാര്യമാരാകരുത്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അനിഷ്ടമുള്ള ഭർത്താക്കന്മാരാകരുത്. അതും നമ്മുടെ കുടുംബജീവിതത്തെ ചിത്രിപ്പിക്കാം. അപ്പൊ എപ്പോഴും എനിക്കിത് അനിഷ്ടമാണ്. അപ്പൊ ഒരു കുടുംബ ജീവിതത്തിൽ നെസസറി ആയി വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായാലും ആ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എന്ത് വരാൻ പാടില്ല. എനിക്കിത് ലൈഫ് ലോങ് അനിഷ്ടമാണ്. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറഞ്ഞാൽ, കല്യാണം കഴിച്ച ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും അസെപ്റ്റിക് ജീവിതം നയിക്കുന്ന ആരും ഉണ്ടാകാൻ പാടില്ല. അല്ല, മനസ്സിലായല്ലോ പറഞ്ഞു? ആ ഒരു വേർഡ് കൊണ്ട് പിടികിട്ടുകയാണ്. ഒരേ കല്യാണം അല്ലായിരുന്നെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ സന്യാസിനിയായി ജീവിച്ചോളാം എന്ന പ്രതിഷ്ഠയോടെ അങ്ങ് പൊക്കോണമായിരുന്നു. അല്ലെ, ഞാൻ സന്യാസിനിയായി ജീവിച്ചോളാം എന്ന നിലയിൽ അങ്ങ് കല്യാണം കഴിഞ്ഞ ഭാര്യയോ ഭർത്താവോ ഫാമിലി ലൈഫിൽ പതിവ്രതയായി, പതിവ്രത കറക്റ്റാണ്, എന്നാൽ സന്യാസിനിയായി, ഹോളിയായി, ഹിമാലയൻ സാരിക്കളിലെ ഋഷിവര്യനാകാൻ ഭർത്താവോ ഭാര്യയോ ശ്രമിക്കരുത്. തിരുവചനത്തിന്റെ നിഷ്കർഷിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും ഭാര്യയും ഭർത്താവും തയ്യാറായിരിക്കും. അല്ലാതെ പൊതുവെ നന്മയ്ക്ക് വേണ്ടി വേണ്ടുന്ന ഒരൊറ്റ വേർഡിൽ, സെന്റൻസിൽ ഞാൻ പറയുന്നു, കുടുംബ ജീവിതത്തിൽ നെസസറിയായി, മസ്റ്റായി വേണ്ടുന്ന കാര്യങ്ങൾ സ്ഥിരം അനിഷ്ടമായി, സ്ഥിരം ഇഷ്ടമായി ഭാര്യയോ ഭർത്താവോ നിൽക്കാൻ പാടില്ല. അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. നമുക്ക് പഠിച്ചാൽ തന്നെ മനസ്സിലാക്കും. രണ്ടുപേരും പരസ്പരം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരമുണ്ട്: the more one knows the inner world of the partner, the more profound and rewarding the relationship
റിലേഷൻഷിപ്പിൽ അകത്തെ ഒരു മനുഷ്യന്റെ, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഇന്നർ വേൾഡിനെ അറിയാൻ പറ്റുന്ന പാർട്ണർ ആണെങ്കിൽ ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കഴിയും. രണ്ടാമത്, nurture the fondness and admiration towards the partner. നമ്മുടെ ഭാര്യമാരെ നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതിൽ മനസ്സിലാക്കണം, നമ്മുടെ ഭാര്യമാരെ ബഹുമാനിക്കാൻ, അവരെ അഡ്മയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് കണ്ടന്റിന് എതിരായ എന്തുവാണ് പറയുന്നത്, ആന്റിഡോട്ടാണ്. അതിന് പറയുന്ന വാക്സിനേഷൻ എന്തുവാ, പ്രതിരോധ കുത്തിവയ്പ്പാണ്. അതെ, ക്രിറ്റിസിസത്തിനും കണ്ടന്റിനും ഒക്കെ എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് അഫെക്ഷൻ ആൻഡ് അഡ്മിറേഷൻ. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ നമ്മുടെ മലയാളി സഹോദരന്മാർക്ക്, ഞാൻ ഉൾപ്പെടെ, വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ. നമ്മളെ അകത്ത് മുഴുവൻ സ്നേഹം കൊണ്ട് നടക്കും, ഹൃദയം മുഴുവൻ ഭാര്യയും കുഞ്ഞുങ്ങളും അല്ലാതെ വേറൊരു ചിന്തയും നമുക്കില്ല. നമ്മുടെ ഭാര്യ അല്ലാതെ ഒരു സ്ത്രീയും നമ്മുടെ മനസ്സിലില്ല. പക്ഷെ അവനെ എക്സ്പ്രസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ പറ്റി പറയുന്നത് താങ്ക് യു പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മള് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും നന്ദി എന്ന് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ നമ്മൾ ഒത്തിരി പുറകോട്ട്. അത് മനസ്സിലാക്കുന്ന ഭാര്യമാർക്കായി ദൈവത്തിന് സ്തോത്രം. കാരണം ഞാനിവിടെ നിന്ന് പറയുമ്പോൾ എന്റെ ഭാര്യ അത് കേൾക്കുന്നുണ്ടല്ലോ. അതെ, ഇത് വാസ്തവത്തിൽ അകത്ത് നന്ദി ഇല്ലാത്തത് കൊണ്ടുമല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടും അല്ല, പറയാൻ അറിയാത്തതുകൊണ്ട്. അപ്പം എന്നാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ വല്ലപ്പോഴും അല്ല എപ്പോഴും നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മള് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് കുഴി വെച്ച് കഴിയുമ്പോൾ. നമ്മൾ കേട്ടിട്ടില്ലേ, ഭാര്യയായാലും ഭർത്താവായാലും സ്നേഹിക്കുന്ന ആരായാലും ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് ഇല്ലാത്ത സമയം എടുത്ത് ഒരു വലിയ ലിസ്റ്റ് സ്നേഹത്തിന്റെ പ്രദർശനങ്ങൾ മുഴുവൻ നമ്മൾ നടത്തും. എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞതുപോലെ, ആരോ ദേവദാസന്മാർ പറഞ്ഞതുപോലെ, ഈ മരിച്ചു കിടക്കുന്ന ആളിനെ പറ്റി ഇപ്പൊ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞിരുന്നെങ്കിൽ ഈ പുള്ളി ഇപ്പൊ മരിക്കത്തില്ല. കുറച്ചു നാളുകൂടെ ആ വ്യക്തി ജീവിച്ചത്. ഇത് ജീവിച്ചപ്പോൾ മുഴുവൻ വിളിച്ചത് നമ്മുടെ നാട്ടിൽ, ഇവിടെ അത്രയില്ല. ലാസറോയും മാത്യോ ആരോ ഒക്കെ പറയുന്നത് പോലെ, എന്റെ വീടുകളല്ല, നിങ്ങൾ ക്ഷമിക്കണം, ആരോ പറയുന്നത് പോലെ ജീവിച്ചിരിക്കുമ്പോ വിളിക്കുന്നത് പിള്ളേരോട് ആരോട് ചോദിച്ചെന്നാ പറഞ്ഞേ, എന്റെ അപ്പന്റെ പേരെന്താന്ന്, അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ ഫാദറിന്റെ പേരെന്ന് ചോദിച്ചു പറഞ്ഞു കാലൻ, അമ്മയുടെ പേര് ചോദിച്ചു പറഞ്ഞു മൂദേവി. പിള്ളേർ പറഞ്ഞു. അപ്പൊ കാര്യം തിരക്കി വന്നപ്പോ കൊച്ചിനോട് ചോദിച്ചാൽ അങ്ങനെ ഒരു പേര് വരാൻ സാധിക്കും, അങ്ങനെ അച്ഛനെ അമ്മ വിളിക്കുന്നത്, അമ്മ അച്ഛൻ. അപ്പൊ ചുരുക്കി പറഞ്ഞ വീട്ടിൽ അമ്മ അച്ഛനെ വിളിക്കുന്ന കാലനും അമ്മയെ വിളിക്കുന്ന മൂദേവി. അപ്പൊ കാലനും മൂദേവിയും കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കുടുംബം നരകം പിടിച്ച കുടുംബമാണ്. എന്നാൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാം, താങ്ക് യു എന്ന് പറയാം. പലപ്പോഴും നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളോട് വേണേ നമ്മൾ എന്താ പറയുന്നത്, ഐ ലവ് യു. ഇംഗ്ലീഷ് വന്നപ്പോ, അമേരിക്ക വന്നപ്പോ അത്രയും ചേച്ചി നമുക്ക് വന്നിട്ടുണ്ട്. സ്കൂളിലൊക്കെ കൊണ്ടുവിടുമ്പോ